ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് അരിപ്പൊടിയും ഏത്തപ്പഴവും കൊണ്ട് രാവിലെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കണ്ടു നോക്കാവേ. ഈ റെസിപ്പി മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതിന് നമ്മൾ വേറെ പ്രത്യേകിച്ച് കറിയൊന്നും തയ്യാറാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് അങ്ങനെ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്കിപ്പം വറുത്ത അരിപ്പൊടിയോ വറക്കാത്ത അരിപ്പൊടിയോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഞാനിവിടെ 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. നല്ലപോലെ പഴുത്ത ഏത്തപ്പഴം. ഇപ്പം നമ്മുടെ വീട്ടിൽ തൊലിയൊക്കെ കറുത്ത് ആരും കഴിക്കാത്ത ഏത്തപ്പഴമാണെങ്കിൽ അങ്ങനത്തെ പഴമൊക്കെ നമുക്കിതുപോലെ തയ്യാറാക്കാവേ. ഞാനിവിടെ നല്ലപോലെ പഴുത്ത 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് സ്റ്റീമറിലോ ഇഡ്ഡലി പാത്രത്തിലോ വെച്ചിട്ട് ആദ്യം നമുക്ക് ഈ ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഇതുപോലെ നടുക്കൊന്ന് കട്ട് ചെയ്തിട്ട് 2 കഷ്ണമായിട്ട് കട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഏത്തപ്പഴം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് എടുത്തിട്ടുണ്ട്. ഇഡ്ഡലി പാത്രത്തിലോ അല്ലെങ്കിൽ സ്റ്റീമറിലോ സാധാരണ നമ്മൾ പഴം പുഴുങ്ങിയെടുക്കുന്ന പോലെ ഈ ഏത്തപ്പഴം ഒന്ന് നമുക്ക് പുഴുങ്ങാനായിട്ട് വെക്കാം. ഞാനിപ്പം 2 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. അതിനിവിടെ 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഒരു ഏത്തപ്പഴം 2 കപ്പ് അരിപ്പൊടിക്ക് ഒരു 4 ഏത്തപ്പഴം എടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അരിപ്പൊടി കൂടുന്നതനുസരിച്ച് പഴത്തിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ കൂട്ടി കൊടുക്കണം. എന്നാലേ ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ 2 കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വറക്കാത്ത പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 2 കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ഒരു 1/2 സ്പൂൺ പഞ്ചസാര കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാര ചേർത്തിട്ടില്ല. ഉപ്പ് ചേർത്തിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്കൊരു കുറച്ച് ചൂടുവെള്ളം, നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന ചൂടുവെള്ളം ഇതിലേക്ക് കുറച്ചൊഴിച്ചാൽ മതി. ഒരു 1/4 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതിന് മുകളിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഉണ്ടല്ലോ, കുറച്ച് ചൂടുവെള്ളം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആവണം. മിക്സായി കഴിഞ്ഞിട്ട് ആ ചൂടെല്ലായിടത്തും ഒന്നും പറ്റണം. അത് കഴിയുമ്പം ഇതിലേക്ക് മുകളിലേക്ക് കുറച്ചുകൂടെ ചൂടുവെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് മൂടി വെക്കണം. അപ്പോൾ ആ ചൂടിൽ അങ്ങനെ ഇരുന്ന് തന്നെ നമ്മുടെ മാവൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത് മൂടി ഒരു സൈഡിലേക്ക് വെക്കാം. ഇപ്പം നമ്മുടെ വേഗം വെച്ചിരിക്കുന്ന പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഇത് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. തണുത്ത് കഴിയുമ്പം മിക്സിയിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അരയ്ക്കാൻ നേരത്ത് വെള്ളം ഒന്നും ചേർക്കരുത്. ഈ പഴം തന്നെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. പഴം നന്നായിട്ട് വെന്ത കാരണം പെട്ടെന്ന് തന്നെ ഇത് അരഞ്ഞു കിട്ടും. അപ്പം മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം നമുക്ക്. ഇനി നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് മൂടി വെച്ചിരുന്ന ആ മാവ് എടുക്കാം. മാവ് ഒന്നുകൂടെ ഒരു സ്പൂണ് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ കുറച്ചൊന്ന് തണുപ്പായി കാണും. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേറെ വെള്ളം ഒന്നും ചേർക്കണ്ട. ഈ പഴത്തിൻ്റെ കൂട്ടിൽ തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന പഴം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴച്ചെടുക്കുമല്ലോ, ആ ഒരു കൺസിസ്റ്റൻസി ഇത് നമ്മൾ കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ നേരത്ത് ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ 1 സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തു. വേണമെങ്കിൽ ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു 1/2 സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഇടിയപ്പത്തിന് മാവ് കുഴയ്ക്കുന്നില്ല, വെള്ളം ചേർക്കുകയോ ചെയ്യരുത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തു. ഇനി ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്തിട്ട് നമ്മൾ സാധാരണ ഇടിയപ്പം തയ്യാറാക്കുന്ന പോലെ ഇടിയപ്പത്തിൻ്റെ അച്ചിലൊക്കെ എണ്ണ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് മാവ് ഇതുപോലെ ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ എങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഇഡ്ഡലി പാത്രത്തിലോ അല്ലെങ്കിൽ വാഴയിലോ കുറച്ച് ചിരകിയ തേങ്ങ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇടിയപ്പം ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇത് പ്രസ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മൾ പഴമൊക്കെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്ത കാരണം ഇത് ഒട്ടും തന്നെ കട്ടിയില്ലാതെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് പ്രസ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇപ്പം ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യമേ കുറച്ച് ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ ഇത് പ്രസ് ചെയ്തെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലൂടെ കുറച്ച് ചിരകിയ തേങ്ങ കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. ഞാനിതിന് മുകളിൽ തേങ്ങ വെച്ച് കൊടുക്കുന്നില്ല. ഇതുപോലെ എല്ലാം പ്രസ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് സ്റ്റീമറിൽ വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ ആൾറെഡി ഞാനിവിടെ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിരുന്നു. വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമ്മൾ റെഡിയാക്കിയ ഇടിയപ്പം ഇതിൽ വെച്ചിട്ട് ഒരു 15 തൊട്ട് 20 മിനിറ്റ് ഇതൊന്ന് വേകാനായിട്ട് വെക്കുക. ആ നേരം കൊണ്ട് നമുക്കിതിനൊരു തേങ്ങാപ്പാൽ തയ്യാറാക്കാം. ഞാൻ കുറച്ച് തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചതൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് പഞ്ചസാരയും കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ
അടിപൊളി ഒരു കോമ്പിനേഷനാണ്. തേങ്ങാപ്പാലിൽ പഞ്ചസാരയും അല്ലെങ്കിൽ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ പഞ്ചസാര വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര ചേർത്ത് കൊടുത്താലും മതി, അത് നല്ല അടിപൊളി ടേസ്റ്റാണ്. കുറച്ച് ഏലക്കാപ്പൊടി അല്ലെങ്കിൽ നമ്മൾ തേങ്ങ അരയ്ക്കാൻ നേരത്ത് ഏലക്കായും ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ കൂട്ടി നല്ലതായിട്ട് അരച്ച് അതിന് പിഴിഞ്ഞ് തേങ്ങാപ്പാൽ എടുത്താലും മതി. നല്ല ടേസ്റ്റാട്ടോ ഇടിയപ്പത്തിൻ്റെ കൂടെ ഇത് കഴിക്കാനായിട്ട്. ഇവിടെ നമ്മുടെ സൂപ്പറായിട്ടുള്ള ഏത്തപ്പഴം കൊണ്ടുള്ള ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഇത് കണ്ടോ, നമ്മുടെ സൂപ്പറായിട്ടുള്ള ഏത്തപ്പഴം കൊണ്ടുള്ള ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. രാവിലെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. ഇതുപോലെ പ്ലേറ്റിൽ കുറച്ച് ഇടിയപ്പം എടുത്തിട്ട് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. ഇപ്പോൾ ഈ തേങ്ങാപ്പാൽ വേണമെന്നൊന്നുമില്ല, നമുക്ക് ചൂട് ചായയുടെ കൂടെ വെറുതെ അങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാലൊഴിച്ച് കഴിക്കാനും സൂപ്പറാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ സിമ്പിളും ഈസിയുമായിട്ടുള്ള ഇനി ഒരു വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.